ഗുഡ് മോർണിംഗ് ഫ്രോം ബാലിയിലെ എൻ്റെ പൂൾ വില്ല, എൻ്റെ പൂൾ വില്ലയിലേക്ക് സ്വാഗതം. ഗൂഗിൾ മാപ്പ് എന്നെ കൊണ്ടുപോകുന്ന വഴി കണ്ടോ ഗൈസ്? നോക്കി, എന്റെ പൊന്നെ, ഇങ്ങനത്തെ ഒരു വഴി കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് വേറെ വഴിയില്ലല്ലോ, എനിക്കിവിടെ വഴി അറിയത്തില്ലല്ലോ. ഇത് രസമല്ലേ കാണാനായിട്ട്? ഇതൊക്കെ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ആഴമുള്ള പൂളാട്ടോ, നല്ല ആഴമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാലിയിൽ വന്നു കഴിഞ്ഞാൽ പൂൾവില്ലയാണ് ലാഭം. പ്രത്യേകിച്ച് ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിലും സീസൺ ആണെന്നുണ്ടെങ്കിലും എനി ടൈം പൂൾവില്ലയാണ് ഇവിടെ ലാഭം. നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ബൈക്ക് റെൻ്റെടുക്കണം. കുറച്ച് ദിവസം ഉണ്ടല്ലോ ശിവീനിയുടെ ബൈക്ക്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. നമുക്ക് ഇങ്ങനെ മുമ്പിൽ ഒരു കിളിവാതിൽ പോലത്തെ ഒരു വാതിലുണ്ടാവും. ഈ വാതിൽ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇത് ആണ് എൻ്റെ വില്ല എന്ന് പറയുന്നത്, വില്ല പ്രീമിയം. കൊള്ളാം അല്ലേ? ഇത് എൻ്റെ വീടിന് മുമ്പിലുള്ള സ്ഥലം. ഇവിടെ നിന്ന് 100 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി. എൻ്റെ വീടിൻ്റെ പുറത്ത് മെയിൻ റോഡിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും ഇതാണ് സംഭവങ്ങൾ. ഇവിടെ എല്ലാം മറ്റേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കടകളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സോ ഇവിടെ കറൻസി എക്സ്ചേഞ്ച് സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യണം, പിന്നെ ഒരു ബൈക്ക് റെൻറ്റിനെടുക്കണം. ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം ഈ 8 വട്ടത്ത് അവിടെയൊക്കെ തന്നെ ഉണ്ടാവും എല്ലാ സംഭവങ്ങളും. സോ ഇവിടെ ഒരു മണി എക്സ്ചേഞ്ച് ഉണ്ട്. 16350. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 താങ്ക് യു. കീപ് ഇറ്റ് ഇൻസൈഡ്. പൈസ കളക്ട് ചെയ്തു. പിന്നെ നമുക്കൊരു ബൈക്കും കൂടെ റെൻറ്റിനെടുക്കണം. ഇവിടെയൊക്കെ ഉണ്ട് ബൈക്ക് റെൻ്റൽ, സൂര്യ ബൈക്ക് റെൻ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവമൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഇവരുടെ ചെറിയ അമ്പലങ്ങൾ പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ഇത് അമ്പലങ്ങളുടെ സെറ്റപ്പ് പറഞ്ഞാൽ അമ്പലങ്ങൾ തന്നെയാണ് ബേസിക്കലി. കണ്ടില്ല, ഇതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ഷേത്രങ്ങൾ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ളത് ബാലിയിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേകതരം കൾച്ചറാണ് കേട്ടോ ഇവിടുത്തെ. സ്ലീപ്പിംഗ്? ഓ, ബി കെയർഫുൾ. I need a bike. Turn back? Yes. Till 22nd. Till Thursday. 1, 2, 3, 4. Yes. 4 days. From today onwards, yeah. Till 22nd. 1, 2, 3, 4. Okay. Yeah. 4 days. Yeah. How much? This 100 Okay. per day. Okay. 70. Okay. Is this same? Not rent. Not rent. Okay. 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 Can keep. Yeah, I think I take this. You take this? Yeah. Okay. You have passport? Yes, I have passport. Keep phone here. Yes. This okay? Guys, അങ്ങനെ എനിക്ക് വണ്ടി കിട്ടി കേട്ടോ. വണ്ടി കിട്ടി. നല്ലൊരു വണ്ടിയാണ്. നമ്മുടെ കാറിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള കീ നോക്കി. ഇത് കണ്ടല്ലേ? ഈ കീ, ഇതാണ് കീ. നമ്മൾ ഓട്ടോമാറ്റിക് ലോക്കില്ലേ, അതേപോലെ തന്നെ കാറൊക്കെ ലോക്ക് ചെയ്യുന്ന പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ ഫ്യൂൽ അടിക്കണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അതൊക്കെ പോയിട്ടില്ല. ഈ വണ്ടിക്ക് എനിക്ക് ഒരു ദിവസത്തേക്ക് 550 രൂപയാണ് ആയത്. അത് വേണമെങ്കിൽ മാർഗം ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ കുറച്ചിറക്കാം. 550 രൂപയ്ക്ക് ഒരു ബൈക്ക് ഒരു ദിവസം കിട്ടാന്ന് പറയുമ്പോൾ ആലോചിച്ച് നമ്മൾ കരീബിയൻ ട്രിപ്പ് പോയപ്പോഴത്തേക്കിനും $150 കൊടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു ബൈക്ക് റെൻറ്റിനെടുത്തത്. ദിവസത്തേക്ക് $150 ഏകദേശം 15,000 രൂപയായി. 15,000 രൂപ കൊടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു ബൈക്ക് കരീബിയനിൽ റെൻ്റ് എടുത്തത്. ഇവിടെ നമുക്ക് 500 രൂപയ്ക്ക് 550 രൂപയ്ക്ക് വേണം. അതിൽ കുറച്ചും 300 രൂപയ്ക്ക് വരെ ബൈക്ക് റെൻറ്റിന് കിട്ടും. പിന്നെ ഒരു മാസത്തേക്കൊക്കെ റെൻ്റ് എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ബൈക്ക് കിട്ടും. അല്ല, ഭയങ്കര സിമ്പിളാണ്. ഇവിടെ ബൈക്കാണ് ഈസി വേ ടു റോം അറൗണ്ട്. ഞാൻ പെട്രോളെല്ലാം അടിച്ചിട്ടേ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി വന്നത്. ഇത് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ അല്ല, ഇവിടെ ഫുള്ള് ബൈക്കും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലേക്കാട്ടി കൂടുതൽ ബൈക്കുകൾ ഇവിടെ ഉണ്ടെന്ന് പറയാം. അല്ല, അത്രയും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ബൈക്കുള്ളത്. I actually came to a supermarket. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. I am here in the supermarket of Indonesia, Bali, guys. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. വി നീഡ് ടു കുക്ക് സംതിങ്. കുക്കിങ്ങിനുള്ള പരിപാടികളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ നീഡ് ടു ബൈ ലോട്ട് ഓഫ് തിങ്സ് അല്ല, കുറച്ച് തിങ്സ്. ലെറ്റ് മീ സീ വാട്ട് ഐ കൻ ഡു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും അതിനകത്ത് സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടി ഗൈസ്. ഒരു രക്ഷയില്ല. എന്തോരോ സാധനങ്ങളാണെന്നറിയാം. ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിയാണ്, നമ്മൾ ഡയറ്റാണ്. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ അതനുസരിച്ചിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. താങ്ക് യു. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. എല്ലാം കൂടെ 2000 രൂപ ആ റേഞ്ച്, അത്രേ ആയുള്ളൂ. 2000 രൂപ. നമ്മൾ ലോങ് ടേം ലിവിങ് ശരിക്കും ഓരോ നാട്ടിൽ ആൾക്കാർ പോയി ചെയ്യുമ്പോഴത്തേക്കിനും അവരിങ്ങനെയാണ് ബേസിക്കലി ചെയ്യുന്നത്. അതായത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല. പക്ഷേ അത് കുറേ ദിവസം ഒരു സ്ഥലത്ത് നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇത്തവണ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. നമുക്ക് വീട്ടിൽ പോകാം.
ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രോം ബാലി. ബാലിയിലെ എൻ്റെ പൂൾ വില്ല, എൻ്റെ പുള്ളിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടുത്തെ 3ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇന്ന് എനിക്ക് രാവിലെ ഉബുദ് പോകണം, ഉബുദ് മാർക്കറ്റിൽ പോകണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ രാവിലെ നമ്മളിവിടെ മുട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട എന്ന് പറയുമ്പോഴത്തേക്കിനും മുട്ട ചിക്കി എടുത്തത് മുട്ടയാണ് എൻ്റെ ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത്. ഞാനിവിടെ ഇന്നലെയും ഒക്കെ പാചകം മറ്റുമൊക്കെയായിരുന്നു. ഇന്നലെ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കി, ചിക്കൻ വിരകളൊക്കെ ഉണ്ടാക്കി. ഇതിപ്പോൾ രാവിലെ ഞാനൊരു എഗ് ബുർജി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. ഉള്ളിയും സവാളയും കൂടി ഇട്ട് വഴറ്റിയിട്ട് മുട്ട അതിനകത്തിട്ടിട്ട് എനിക്ക് ഗരം മസാല കിട്ടിയായിരുന്നു. ദിസ് ഗരം മസാല ഇതാണ് ആകെയുള്ള എൻ്റെ ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗരം മസാല ഇട്ടിട്ട് ഞാൻ മുട്ട ഉണ്ടാക്കും. പിന്നെ ഇന്നലെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു ഗൈസ്, ഗരം മസാല വെച്ചിട്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതായത് ഇത് കണ്ടില്ലേ, ഉപ്പും ഗരം മസാലയും മാത്രം കുറച്ച്, എന്നിട്ട് നാരങ്ങയും പിഴിഞ്ഞു ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി കഴിച്ചത്. ഇറ്റ് ഈസ് റിയലി നൈസ്, ഇറ്റ് ഈസ് യമ്മി. ലൈക്ക് ഒരു എന്താ പറയുക, കാർബ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഡയറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എഗ് ബുർജി. അതായത് ഉള്ളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉള്ളിയും സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 7 വലിയ ഉള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ട് വഴറ്റും. എന്നിട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഒരു ഇച്ചിരി ഗരം മസാല, മുട്ട 3 മുട്ട ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം ചിക്കിയെടുക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രഞ്ച് എന്ന് പറയുന്നത്. ഇത് ഒത്തിരി തോന്നുന്നത് ഇന്നത്തെ സവാളയും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ടാണ്. ശരിക്കും നിങ്ങൾക്ക് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ 3 മുട്ട മാത്രമായിട്ട് ഇട്ടെടുക്കാം. ഇതൊരു ബേബി ക്യുക്കുംബർ. നൈസ്. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഉബുദ് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട് ഉബുദിലേക്ക് പോകാനായിട്ട്. ഞാൻ ബൈക്കിലാണ് പോകുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് എൻ്റെ വീട് അടച്ചു പൂട്ടി ലോക്ക് ചെയ്തു. നമ്മൾ മൊത്തം എല്ലാത്തിലും ചാവിയുണ്ട്. ചാവിയൊക്കെ ഇട്ടിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് റെഡിയാക്കി ഇറങ്ങിപ്പോകണം. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ ബാലിയിലെല്ലാ വീടുകളിലും കാണുന്നൊരു സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും സിഗരറ്റ് വല്ല വെച്ചിട്ടുണ്ട് അതിനകത്ത്. അവർ സൂര്യദേവന് എന്താ പറയുക, നിവേദിക്കുക, അല്ലെങ്കിൽ സൂര്യദേവനെ നിവേദിക്കുക എന്നാണ് ആ പരിപാടി. 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 30 കിലോമീറ്ററിന് 1 മണിക്കൂറാണ് ബൈക്കിന് തന്നെ കാണിക്കുന്നത്. നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് അവസ്ഥ, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ഈ ബാലിയിലെ ട്രാഫിക്കിൽ കാറും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ 30 കിലോമീറ്റർ ഞാൻ പോണേ 2 മണിക്കൂർ എടുക്കും മിനിമം. നമുക്ക് ബൈക്ക് ആകുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ കുത്തിക്കയറ്റി കൊണ്ട് പോകാം. ഇങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ബൈക്കിൽ നടക്കുകയുള്ളൂ, അല്ലെ 2 വീലറിലേ നടക്കുകയുള്ളൂ. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ശ്വേതയായിട്ട് വന്നില്ലേ, ഞാൻ ആ ശ്വേതയായിട്ട് വന്ന സമയത്ത് എനിക്ക് ഋഷിനെ കൊണ്ട് 2 വീലറിൽ നടക്കാൻ പറ്റുമോ? ഇല്ല, സേഫ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ടാക്സി എടുത്തല്ലേ കാർ എടുത്തേ പോയേ പറ്റുള്ളൂ. നമുക്ക് കൊച്ചു കുട്ടികളാരും ഇല്ല. ഇഫ് യു ക്യാൻ റൈഡ് ബൈക്ക്, ദെൻ ബൈക്ക് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ബാലി. അല്ലാണ്ട് വേറെ വഴിയില്ല. അധികം നമ്മുടെ പകുതി സമയം നമ്മൾ കാറിലിരുന്ന് കളയത്തേ ഉള്ളൂ ഒരു ദിവസം എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് അവസ്ഥ. നോക്കിയ ബ്ലോക്ക് കണ്ടോ, ഓരോ സ്ഥലത്തേക്ക്, എല്ലാ സ്ഥലത്തും ഇതേപോലെ ബ്ലോക്കാണ്. കാരണം ചെറിയ വഴിയല്ലേ, ചെറിയ കുഞ്ഞു വഴിയാണ്. അപ്പോൾ ഈ കുഞ്ഞു വഴിയിൽ നമ്മൾ കാറിലാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റില്ല, ഇങ്ങനെ ഇരിക്കണം. ബൈക്ക് ആകുമ്പോഴത്തേക്കിനും കണ്ടോ, ഇവിടെ ഒരു ബൈക്ക് ലൈൻ പോലെ ഒരു ലൈനുണ്ട് ലെഫ്റ്റിൽ. നമുക്ക് ആ ഒരു സ്ഥലത്തോട് എടുത്തുകൊണ്ട് പോകാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു അപ്പച്ചൻ നോക്കിയ പ്രായമുള്ള ഒരു അപ്പച്ചനാണ്, ഒരു 80 വയസ്സെങ്ങനെ ഉണ്ടാകുമ്പോഴേക്ക്. ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതുകൊണ്ടല്ലോ, അവരോടിക്കുന്ന പോലെ നമ്മൾ ഓടിച്ചാലേ പറ്റുള്ളൂ. നോക്കി എങ്ങനെയൊക്കെ അല്ലേ പോകുന്നത്. ഫുൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടി ട്രാഫിക് കൂടുതലാണ്. ഇന്തോനേഷ്യ ഈസ് ആക്ച്വലി നോൺ ഫോർ ഹൊറിബിൾ ട്രാഫിക്. അത് ജക്കാർത്തയാണ് ഏറ്റവും ട്രാഫിക് ഉള്ള സിറ്റി. നമ്മുടെ ബാംഗ്ലൂരിലെ ട്രാഫിക് ഒന്നും അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ പൊടിയില്ലേ, ഇവിടെ പിന്നെ അങ്ങനെ പൊടിയൊന്നുമില്ല. നല്ല ക്ലീൻ സിറ്റിയാണ്, നല്ല നീറ്റാണ്. പക്ഷേ ട്രാഫിക്കാണ്, ഇങ്ങനെ പോകേണ്ടി വരും. ഫയർ ട്രക്കൊക്കെ പോകുന്നു, ഫയർ ട്രക്ക്. ഇവിടെ വണ്ടി ഓടിക്കല് ബൈക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇത് കണ്ടോ, നല്ല അടിപൊളി നെൽപ്പാടങ്ങള്, ഇതുപോലെയുള്ള ഇഷ്ടംപോലെ നെൽപ്പാടങ്ങള് നമുക്ക് ഇന്തോനേഷ്യയുടെ പല ദ്വീപുകളിലും കാണാൻ സാധിക്കും. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് 17,000-ലധികം ദ്വീപുകളുള്ള ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ബാലി ദ്വീപ്. പിന്നെ നമ്മളിതിനു മുമ്പ് പോയ ജാവ ദ്വീപ്, ജക്കാർത്ത, അതൊക്കെ ഒന്ന് മാത്രമാണ്. ബാക്കി 17,000 ദ്വീപുകളുണ്ട് ഈ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത്.
അതിനകത്ത് എനിക്ക് തോന്നുന്നു 5000-ഓളം ദ്വീപുകളിൽ ആൾക്കാർ താമസമുണ്ടെന്ന് തോന്നുന്നു. അത്രയും ദ്വീപുകളിൽ പോകണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരും അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു നെൽകൃഷി എന്ന് പറയുന്നത്. ഈ ഇന്തോനേഷ്യയുടെ ഒരു മെയിൻ റവന്യൂ സോഴ്സാണ് നെൽകൃഷിയും പാം ഓയിലും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നെൽകൃഷി കാണാം. ഈ നെൽകൃഷികളൊക്കെ ഉള്ള ഈ സ്ഥലത്ത് നെൽപ്പാടത്ത് ഉള്ള ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും അങ്ങനെയുള്ള സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഈ ഒരു ബസ് ഞാൻ കുറേ നാളത്തിന് ശേഷം കണ്ടു. നിങ്ങൾ ആരും ഇവിടെ ബസ് ടൂർ എടുത്ത് വരരുത് കേട്ടോ, ഗ്രൂപ്പായിട്ടൊന്നും വരരുത് കേട്ടോ. നിങ്ങളുടെ ദിവസത്തിൻ്റെ പകുതി നിങ്ങൾ ബസ്സിലെടുത്ത് ചിലവഴിക്കേണ്ടി വരും ബസ്സിൽ വന്നു കഴിഞ്ഞാൽ. കാണുന്നതാണ് ബാലി ഗേറ്റ് എന്ന് പറയുന്നത്. ഓരോ ഗ്രാമം എത്തുന്നതിന് മുമ്പും ഇതുപോലുള്ള ഒരു ഗേറ്റ് ഇവർക്കുണ്ടാവും. അതേപോലെ ഇവരുടെ പല അമ്പലങ്ങളിലും പല വീടുകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഗേറ്റ് 2 സ്ഥലത്തായിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ഒരു എൻട്രൻസ് ടു ദ സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ എൻട്രൻസ് ടു ദ ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതുപോലത്തെ ഒരു ബാലി ഗേറ്റ് ഞാൻ എൻ്റെ പൂൾ വില്ലയിൽ വെക്കാനുള്ള പ്ലാനുണ്ട്. ഉണ്ടല്ലേ, ഇതൊക്കെ കണ്ടല്ലേ, ഇതൊക്കെ ഇവിടുത്തെ ടൈപ്പ് നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഗേറ്റുകളാണ്. ഇത് കണ്ടോ, ഇത് ഈ വീട്ടിലേക്കുള്ള ഗേറ്റാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലേ നമ്മുടെ പല തരത്തിലുള്ള കിളിവാതിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ല, അതേപോലെ തന്നെ ഇവിടുത്തെ ബാലി സ്റ്റൈലാണിത്. ഇത് വീടോ അമ്പലമോ അങ്ങനെ എന്തോ ആണിത് എന്നല്ലേ. അതിന് മുമ്പിൽ ഇവർക്ക് ഇതുപോലെയുള്ള ബാലി ദേവന്മാരോ ദേവതമാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർ മിക്കവാറും കാവൽ ഭടന്മാരോ അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം അത്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ അത്. ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ബാലിനീസ് കൾച്ചർ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിൽ പോയി കാണുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിലെടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ടെല്ലാം ഒന്നും പറ്റത്തില്ല, അതാ പ്രശ്നം. ഞാനങ്ങനെ ഉബുദ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉബുദ് എന്ന് പറയുന്നത് കുറച്ച് മലമുകളിലാണ്. മലമുകളെന്ന് പറയുമ്പോഴത്തേക്കും വലിയ മലമുകളൊന്നുമല്ല, കുറച്ച്. ഇവിടുത്തേക്ക് ആർക്കിടെക്ചർ കണ്ടില്ലേ, ഓരോ വീടുകളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ മതിലുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഉബുദ് ഈസ് എക്സ്ട്രീംലി കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ്. അതായത് ബാലി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു ഐലൻഡാണ്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ നമ്മൾ കാണുന്ന കൂട്ട സെമിന്യാക്ക് എന്നൊക്കെ പറയുന്ന ബീച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡേൺ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങോട്ടേക്ക് ബാലി വിട്ടിട്ട് നമ്മളിങ്ങോട്ടേക്ക് ഉബുദ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലത്തെ കുറേ കൾച്ചറൽ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കര രസമാണ്. ഇവിടത്തേക്ക് വീടുകൾ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വീട് ബാക്കിയുള്ള പല സംഭവങ്ങളും വെച്ച് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു ഭയങ്കര ഒരു നാട്ടിൻപുറത്തെ ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇത് രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലം കേട്ടോ ഇത്. ഇവിടെയൊക്കെ വന്നിട്ട് ലോങ് ടേം ഒരു 1, 2, 3, 4 ആഴ്ചയൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലെ ബൈക്കിട്ട് പോകുമ്പോഴത്തേക്കിനും ഇവർ ഭയങ്കര റിമോട്ടസ്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. മെയിൻ റോഡിൽ പോയാൽ മൊത്തം ട്രാഫിക്കാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ വഴികൾ, ഷോർട്ട് കട്ടുകൾ കാണിച്ചു തരും ബൈക്കിട്ട് പോകുമ്പോഴത്തേക്കും. അതാണ് ഞാൻ ഈ ചെറിയ ചെറിയ റോഡുകളിൽ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ റോഡ് ചെറുതാ, ഇതൊന്നും കൂടെ ചെറിയ റോഡാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ഉബുദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉബുദ് മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 650 കിലോമീറ്റർ അല്ല, 650. എത്ര സമയം എടുത്തെന്നറിയുമോ? പണ്ട് ബാംഗ്ലൂരിലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ കുത്തിക്കയറ്റി ഓടിച്ചോടിച്ചുള്ള അയ്യോ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അയ്യോ പെട്ടു ഗൈസ്, ഇല്ല പെട്ടില്ല പോവാം. അപ്പോൾ അങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ നമുക്കിങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടുപോകും. സെമിനിയാക്കിലും കൂട്ടയിലും അവിടെ ആ ഒരു ഏരിയയിലുള്ളതിലും കൂടുതൽ ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കും. ഇതൊരു ഹൈലി ടൂറിസ്റ്റിക് പ്ലേസ് ആണ് ബാലിയിലെ നമ്മുടെ ഉബുദ് എന്ന് പറയുന്നത്. ഭയങ്കര സംഭവമാണിത്. സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, നല്ല സ്ഥലമാണ്. അങ്ങനെ ഞാൻ അവിടെ മാർക്കറ്റിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കടകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടും. ആർട്ട് വർക്കുകളും അങ്ങനെയുള്ള പരിപാടികളും അതും ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്യണം. ഹായ്, വാട്ട് ഈസ് ദിസ് യൂസിങ് ഫോർ? Tray. Tray. Okay, for serving something. Okay. That is for wall fixing? On the wall. For decoration. Okay. Thank you. Guys, ഞാനിവിടെ വന്ന് കുറേ ദൂരം അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് നടന്ന് കുറേ സംഭവങ്ങളൊക്കെ നോക്കി. ഇവിടെ
ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നോക്കി വാങ്ങണേ. ഒന്നും വാങ്ങിച്ചോന്നില്ല, വാങ്ങിക്കാൻ വേണ്ടി അല്ലല്ലോ വന്നേ. കുറേ കടകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവിടെയുള്ള ആൾക്കാരും കാർ എടുത്തിട്ട് ഇറങ്ങില്ല. ഈ കാണുന്ന വണ്ടികളൊക്കെ ഒരു മെജോറിറ്റി വണ്ടികളും ടൂറിസ്റ്റുകൾ വരുന്ന ഡ്രൈവ് ചെയ്ത് വരുന്ന വണ്ടികളും അതേപോലെ തന്നെ അവർ കൊണ്ടുപോകുന്ന ടാക്സി വണ്ടികളും അങ്ങനെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ്. ഇവിടെ ബാലിയിൽ വന്നിട്ട് റെൻ്റ് കാർ എടുത്തിട്ട് കറങ്ങുന്ന ഒരു പരിപാടി പോലും ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യില്ല. അത്ര ക്രൗഡഡാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോൾ ഓഫ് സീസണാണേ. നിങ്ങൾ അത് മനസ്സിലായോ? ഓഫ് സീസണാണ്. അപ്പം ഇവിടുത്തെ പീക്ക് സീസണിൽ എന്തായിരിക്കും? ഇതിപ്പം മഴക്കാലമാണ് ഇവിടെ, ഒരു ഫെബ്രുവരി വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സീസൺ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പം എന്തായിരിക്കും ഇവിടുത്തെ ട്രാഫിക് എന്ന് നമുക്ക് കണ്ട് പറയേണ്ടൊരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് ക്രൗഡഡാണ്. ചില സമയത്ത് തോന്നിപ്പോവും ഓവർ ടൂറിസം ആണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഈ ഒരു ബാലിയുടെ കൾച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. കേരള കിട്ടും. ഗൂഗിൾ മാപ്പ് എന്നെ കൊണ്ടുപോകുന്ന വഴി കണ്ടോ ഗൈസ്? നോക്കിയേ, ഇത് എതിരെന്ന് ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് പോവില്ലല്ലോ. അത്രയ്ക്ക് എന്താ പറയാ, ഇതായിട്ടുള്ള വഴിയാണ്. നോക്കിയേ, രക്ഷയില്ല കേട്ടോ. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് പോകാത്ത രീതിയിലുള്ള വഴിയാണ് ഗൈസ്. എതിരെ ബൈക്കാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാനും പറ്റുന്നില്ല. ഒരു ഗ്യാപ്പ് ഇട്ടാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. യെസ്, എൻ്റെ പൊന്നെ, ഇങ്ങനത്തെ ഒരു വഴി കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ദൈവം. ഓ താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇത് കണ്ടോ, ഇത് കണ്ടോ, കുഴിയാണ് ഗൈസ്. മൊത്തത്തിൽ കുഴിയാണ് ഗൈസ്. അയ്യോ, ഇതൊക്കെ ആൾക്കാര് ഷോർട്ട് കട്ട് എടുത്ത് പോകുന്ന വഴിയാ. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴി. കണ്ടില്ലേ? അതായത് ഇത്ര അവസ്ഥയാണ് ബാലിയിൽ വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ. ട്രാഫിക്. അപ്പോൾ ഈ ട്രാഫിക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാറ് കൊണ്ടുപോകത്തില്ലേ, അതേപോലെ തന്നെ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫോൺ വെക്കുന്നത് നല്ലതല്ല ഫോണിന്. കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തല്ലേ പോവാം. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ലല്ലോ, എനിക്കിവിടെ വഴി അറിയത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കിത് വെക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് വീതിയുള്ള സ്ഥലത്തെത്തി. ഹലോ പട്ടി. ബസ് ഉണ്ടോ? ഭയങ്കര സ്ലിം ബസ്സല്ലേ? നോക്കി, വീതി വളരെ കുറഞ്ഞ ബസ്. കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വണ്ടി? ഞാൻ ആദ്യമായിട്ട് കടന്നത് ഇങ്ങനത്തെ ഇത്രയും വീതി കുറഞ്ഞ ബസ്. നമ്മുടെ നാട്ടിലെ ബസ്സിൻ്റെ 3/4 വീതിയേ ഉള്ളൂ ഇതിന്. ഹൈറ്റ് ഉണ്ട്, വീതി കുറവാണ്. ന്യൂ അർമദ എന്ന്. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചെത്താറായപ്പോഴത്തേക്കിനും ഭയങ്കര മഴക്കാറായിട്ട് കാറ്റൊക്കെ അടിച്ച് ഇപ്പം മഴ പെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. ജസ്റ്റ് എസ്കേപ്പാണ് ഞാൻ. മഴക്കാലമാണല്ലോ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ. ചേട്ടാ ഞാൻ നോക്കിക്കോട്ടെ. യെസ് അപ്പം ഞാനെത്തി. എൻ്റെ ദൈവമേ, ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് രസം. മൊത്തം 60 കിലോമീറ്റർ വണ്ടി ഓടിച്ചുള്ളൂ അപ്പാൻ്റെ. പക്ഷേ 60 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു 1.5 യാത്രയായിരുന്നു. പിന്നെ പ്രായമൊക്കെ ആയില്ലേ. പണ്ടൊക്കെ ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന പോലെ ഇപ്പം ബൈക്കൊന്നും ഓടിക്കാൻ വയ്യ. അതുകൊണ്ട് സ്വന്തമായിട്ട് പൂളുള്ളപ്പോൾ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഇറങ്ങി ചാടാമല്ലോ അല്ലേ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത്യാവശ്യം നല്ല ആഴമുള്ള പൂളാട്ടോ, നല്ല ആഴമുണ്ട്. ഉണ്ടല്ലേ? ഇവിടെ എൻ്റെ കാല് ജസ്റ്റ് അറ്റപ്പറ്റ മുട്ടത്തേ ഉള്ളൂ. അങ്ങേറ്റത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തല മുങ്ങി നിൽക്കേണ്ടി വരും. അത്ര ആഴമുണ്ട് ഈ പൂളിന്. എൻ്റെ വീട്ടിലെ പൂളിന് ഇത്ര ആഴം ഉണ്ടാവില്ല. ഞങ്ങൾ പൂൾ വില്ല പണിയുമ്പോഴത്തേക്ക് ഇത്ര ആഴം വയ്ക്കത്തില്ല. കാരണം കൊച്ചുകുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ ഒരു 4 ഫീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഹൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്നെനിക്ക് വൈകിട്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഐ നീഡ് ടു ഗോ ഔട്ട്. മഴ കാര്യമായിട്ടൊന്ന് പെയ്യും എന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇതുവരെ പെയ്തിട്ടില്ല. അപ്പോൾ പെയ്യുമായിരിക്കും. കാറ്റടിച്ച് പോയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നെക്സ്റ്റ് ഡേ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, 2 ദിവസം കഴിഞ്ഞു ഗൈസ്. ഇന്നലെ എനിക്കിവിടെ ഷോപ്പിംഗ് ആയിരുന്നു. നമ്മുടെ എറണാകുളത്ത് ഞാൻ ചെയ്യുന്ന പുൾവില്ലേക്കുള്ള കുറേ ഡെക്കോസും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനി നാട്ടിലേക്ക് ഷിപ്പ് ചെയ്യിക്കണം, അതാണ് പരിപാടി. ആ സാധനങ്ങളൊക്കെ ബാലി സ്റ്റൈൽ സംഭവങ്ങളാണ്. സോ അതൊക്കെ ബാലിയിൽ നിന്ന് തന്നെ വാങ്ങണമായിരുന്നു, അല്ലാണ്ട് വേറെ കിട്ടത്തില്ലല്ലോ.
പിന്നെ ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫർണിച്ചേഴ്സും അതേപോലെ തന്നെ ഈ വുഡിൻ്റെ ഓരോ സാധനങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പം പല സാധനങ്ങൾക്കും ഗവൺമെൻറ് പുതിയ പുതിയ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെ ഫർണിച്ചേഴ്സ് ഇറക്കാനായിട്ട് ഇനിയിപ്പം BAS സർട്ടിഫിക്കേഷനൊക്കെ വേണ്ടി വരും എന്നൊക്കെയാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ ഫർണിച്ചർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അതൊക്കെ ബുദ്ധിമുട്ടായി മാറും. പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള ചില സാധനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് ബാലി സ്റ്റൈൽ ഫർണിച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുമില്ലല്ലോ, നമുക്ക് ചെയ്തെടുക്കാനും പറ്റില്ല, കാരണം അത് ഇവിടുത്തെ കരകൗശല വിദ്യകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കരകൗശല വിദ്യകളുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഫുൾ അതിൻ്റെ പുറകെയായിരുന്നു. ഐ വാസ് ടോട്ടലി ബിസി വിത്ത് ദാറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്താ പരിപാടി എന്നല്ലേ, ഇനി നമ്മൾ തിമോർ ലെസ്തെ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈസ്റ്റ് തിമോർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. തിമോർ ലെസ്തെ എന്നാണ് രാജ്യത്തിൻ്റെ ശരിക്കുള്ള പേര്. അധികം ആരും സഞ്ചരിക്കാത്ത, വളരെ കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ടാവുള്ളൂ, വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു രാജ്യമാണ്. ഏഷ്യൻ രാജ്യമാണ്. ഏഷ്യയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ തൊട്ടടുത്താണ്. അവിടെ നിന്ന് 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാർവിനെത്തും. ഞാൻ ഡാർവിനൊക്കെ പോകുന്നുണ്ട്. ഡാർവിൻ നമ്മൾ പോകാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ തിമോർ ലെസ്തെ എന്ന് പറയുന്ന, ഈസ്റ്റ് തിമോർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ്. ആ രാജ്യത്തേക്ക് ആകെ 4-5 ഫ്ലൈറ്റ്സ് മാത്രമേ ഒരു ദിവസമുള്ളൂ അവിടെ നിന്ന്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും സ്റ്റേ ട്യൂൺഡ് ഫോർ കിഡിലൻ വീഡിയോസ്. താങ്ക് യു. ബൈ.